ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നെനിക്ക് 2 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കേക്ക് നമുക്ക് നിൽക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇറച്ചി തലേദിവസം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരിയൊക്കെ രാവിലത്തെ ചായക്കടി ഒക്കെ ഉണ്ടാക്കലതിന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇറച്ചി മുറിച്ച് അടുപ്പത്ത് വെക്കാൻ വേണ്ടി നിന്നേക്കാണ് കേട്ടോ. ചോറിന് കൂട്ടാനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ കേക്കിൻ്റെ പണി എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചോറും കൂട്ടാനും ഫസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇറച്ചി കഴുകിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുള്ളി അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ പൊടികളൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരക പൊടിയൊക്കെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അരിയൊക്കെ ഇട്ടത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ചോറ് വന്ന അടുപ്പത്ത് തന്നെയാണ് അതിന് ഇറച്ചി വെച്ചിട്ടുള്ളത്. ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെക്കും കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ മുളക് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ പച്ചമുളകൊക്കെ കൊണ്ടുവരുമ്പോൾ പഴുത്ത ഉണ്ടാവില്ല, അപ്പോൾ അത് അടുപ്പത്തിട്ട് ഉണക്കിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് 2 ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ 2 വിധത്തിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ കേക്ക് മിക്സ് വെച്ചിട്ട്, പിന്നെ ഒന്ന് നമ്മൾ സാധാ പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കേക്ക് മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ പൊടിയൊന്നും അരച്ചെടുക്കേണ്ട താമസമൊന്നുമില്ല കേട്ടോ. 1 കിലോ കേക്കിന് 2 കപ്പ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ പഞ്ചസാര ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര, നമ്മുടെ വാനില എസൻസ്, ഇതൊന്നും ഇതിന് പ്രത്യേകം കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. പൊടി എടുക്കുക, അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക, കേക്ക് ജെല്ല് എടുക്കുക, കേക്ക് ജെല്ലിട്ട് കൊടുക്കുക, പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് വെള്ളം ഒഴിക്കാതെ ബീറ്റ് ചെയ്തായിരുന്നു, മറന്നിരുന്നു കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കിലോ കേക്കിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 2 കേക്കും ഒരു വീട്ടിലേക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 വിധത്തിൽ തന്നെ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മാറി മാറി ലെയർ കൊടുത്തേക്കാണ്ട് ഒരു ലെയർ മിക്സ് വെച്ചിട്ടുണ്ടാക്കിയത്, മറ്റേ നമ്മൾ സാധാ നോർമൽ പൊടി വെച്ചിട്ടുണ്ടാക്കിയത് ലെയർ അങ്ങനെ കൊടുത്തിട്ടാണ് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി. കേക്കൊക്കെ വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് വന്ന് വന്നിട്ടുണ്ട്. അതിനിടയിൽ കൂടെ നമ്മൾ ഇറച്ചിയും വന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് വന്നിട്ടാണ് ഞാൻ നമ്മൾ സാധാ പൊടി വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കില്ല, അത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എനിക്ക് ആകെ സ്ക്വയറിൻ്റെ പാത്രം ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാ പാത്രവും ഓരോന്ന് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ അതൊക്കെ ഒന്ന് വാങ്ങണം, 2 പാത്രമൊക്കെ ആയിട്ട് വാങ്ങണം കേട്ടോ. ഇനി ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. പഞ്ചസാരയും വാനില എസൻസ് ഇതൊക്കെ ഒഴിച്ച് കുറേ നേരം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. എമർജൻസി ആയിട്ടൊക്കെ ആരെങ്കിലും കേക്കൊക്കെ പറഞ്ഞാൽ കേക്ക് മിക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ടിട്ട് നമുക്ക് ഒരു മടിയില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പൊടിയും
മുട്ടയൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. കേക്ക് മിക്സ് ആണെങ്കിൽ ഒക്കെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് കളറാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ലാസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടി ഇട്ടിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പൊടി ഇട്ടിട്ട് സ്പീഡിലൊന്നും മിക്സ് ചെയ്തെടുത്താൽ പാടില്ല കേട്ടത്. പൊടിയൊക്കെ ഇട്ടത് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. കേക്കൊക്കെ അങ്ങനെ രണ്ടും വന്ന് വന്നിട്ട് ഞാൻ ഫസ്റ്റ് കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അതും കൂടി വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത്താവും വിചാരിച്ചിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കേക്കൊക്കെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പൈനാപ്പിൾ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടി കേട്ടോ. ഈ കേക്കിൻ്റെ വർക്കുള്ളാകുമ്പോൾ ചോറുണ്ടെല്ലാം ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ പണി തീരണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ടെൻഷൻ തീർന്നല്ലോ. പിന്നെ ഞാനൊരു പൈനാപ്പിളൊക്കെ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പ്രിൻ്റൊക്കെ വെച്ചിട്ട് കൊണ്ടു കൊടുക്കാനും ഏകദേശം ഒരു ടൈമായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ സെറ്റായി കുടിച്ചു കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് കേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ ഈ പ്രിൻ്റ് ഇതേപോലെ ആ ഷീറ്റ് വന്ന് എടുക്കുമ്പോൾ പൊടിഞ്ഞ് വരും കേട്ടോ. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പോറല് പോലും സംഭവിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് സാവധാനം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്നൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല. സ്പീഡ് കൂട്ടിയിട്ട് അത്ര സ്പീഡിലൊക്കെ എടുക്കണ പോലെ തോന്നണം കേട്ടോ. ആക്കാൻ പോലെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ ഇവിടെ 200 രൂപയുടെ വരിക. അതിൻ്റെ ബാലൻസിലെ ഭാഗമൊക്കെ വെട്ടിക്കളയണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കേട്ടോ. കേക്ക് ഇഷ്ടപ്പെട്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കേക്കിൽ ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റോസറ്റാനോസിലുകൊണ്ട് ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. മറ്റേ കേക്ക് പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ്
പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് വെച്ചാൽ പിന്നെ തുറന്ന് വെക്കാതെ ബോക്സിലാക്കി വെക്കലാണ് കേട്ടോ. എന്നിട്ട് കൊണ്ടുപോകാൻ ആയിട്ടുണ്ട്.